എല്ലാവർക്കും റോവർ ഫുഡി ക്ലബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ മധുരമായിട്ടാണ്. ഒരു മധുരത്തിന്റെ റെസിപ്പി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡുവാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റവ ലഡു. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി മധുരമൊന്നുമില്ല, എന്നാൽ ഒത്തിരി ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് റവ വേണം, കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി, പിന്നെ പഞ്ചസാര, അത് നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിക്കാം. അത് നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഒത്തിരി വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഒത്തിരി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ വറുത്ത റവയാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നെയ്യ് ചൂടായി കഴിയുമ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായി, നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളർ ആകണ്ട, നമുക്ക് നിറം മാറുന്നതിന് മുമ്പ് നമുക്ക് റവ ആഡ് ചെയ്യാം. റവ നമ്മൾ വറുത്ത റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഈ നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി മാറ്റുന്നൊന്നുമില്ല. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ റവ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന 1 കപ്പ് റവ കേട്ടോ. ഈ യൂസ് ചെയ്തേക്കുന്ന കപ്പിന് 1 കപ്പ് റവ എടുത്തേക്കുന്നത്. നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ റവ ഈ നെയ്യിൽ നന്നായിട്ട് മിക്സ് ആകണം. റവയുടെ നിറം മാറരുത്. ഇനി ഇതിന്റെ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ട് വേണം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ 1 കപ്പ് റവയ്ക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത്, പൊടിച്ച പഞ്ചസാര. തീ താഴ്ത്തി വെച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. പഞ്ചസാരയും റവയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ നിറം മാറാതെ തന്നെ ഒരു 2-3 മിനിറ്റ് അത്രേ നമുക്ക് താമസം വരുള്ളൂ. നന്നായിട്ട് പഞ്ചസാര ഈ റവയിലേക്ക് ഒന്ന് മിക്സായി മാറിയാൽ മതി, തരികളില്ലാതെ. ഏകദേശം നമ്മുടെ റവ ലഡുവിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഏലക്കാപ്പൊടി ഇല്ലാത്ത ഒരു ഐറ്റംസ് നമുക്കില്ലല്ലോ മലയാളികൾക്ക്. ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവമാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്കിതൊന്ന് ചെറിയതായിട്ട് ചൂടാറാൻ വയ്ക്കാം. ചെറു ചൂടിൽ വേണം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ റവ മിക്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഇത് ഉരുട്ടിയെടുക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റവ മിക്സിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഉരുട്ടിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പം നമുക്കിത് ഉരുളകളാക്കാം. ചെറു ചൂടിൽ വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ സ്വീറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നേ. ഇവിടെ എല്ലാവർക്കും നമ്മൾ ഊണ് കഴിച്ചാലും അത്താഴം കഴിച്ചാലും മധുരമൊന്നും ഇല്ലേ എന്നൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, എല്ലാ വീടുകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. അപ്പം ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി കുറച്ച് ദിവസം കേടാകാതെ ഇരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പം നമുക്ക് ഇത് മുഴുവൻ ഉരുട്ടിയെടുക്കാം. നമുക്കൊരു നെല്ലിക്കയുടെ മുഴുപ്പിലോ ഒരു നാരങ്ങയുടെ മുഴുപ്പിലോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ഉരുളകളായിട്ടോ വലിയ ഉരുളകളായിട്ടോ ഒക്കെ ഉരുട്ടാം. ഞാനിത് ഇച്ചിരി എണ്ണം കൂടുതൽ കിട്ടൂലോ എന്ന് കരുതിയിട്ട് ഒത്തിരി മുഴുപ്പങ്ങ് ഉരുട്ടാത്തതെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള റവ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിനി ഇതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ റെസിപ്പീസൊക്കെ കാണണം, വീഡിയോ കാണണം. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.